നമ്മൾ ഈ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ കൊടുക്കുമല്ലോ ഓരോ കാര്യങ്ങൾ മധ്യസ്ഥത യാചിച്ച് കിട്ടുമ്പോൾ. അപ്പോൾ അതേപോലെ തന്നെ ശരിക്കും സർക്കാർ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഗവർണറോടാണ്. യഥാർത്ഥത്തിൽ 10 കൊല്ലം സനീഷ് നേരത്തെ നമ്മൾ NSSന്റെ വിഷയം പറഞ്ഞപ്പോൾ 10 കൊല്ലം അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാർ, ഒരു ഇടതുപക്ഷ സർക്കാർ സമരം ചെയ്യാനില്ല. ഇടതുപക്ഷം എന്ന് പറയുന്ന നിരന്തരമായ സമരങ്ങളിലൂടെ മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നിരന്തരമായി സമരം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിരുന്നത്, പ്രത്യേകിച്ച് SFI DYFI എല്ലാം ഇവിടെ ആകെ സമരം ചെയ്യുന്നത് ഗവർണർക്കെതിരെയല്ലേ. ആ വിഷയമില്ലെങ്കിൽ ഈ സംഘടനയുടെ സമരം ഉറപ്പായിട്ടും അത് പ്രധാനപ്പെട്ട കാര്യം. 2-3 ജനറേഷൻ SFI ലീഡർഷിപ്പ് തണുത്ത ഭരണാനുകാലികളായിട്ടുള്ള ആളുകളായി മാറിയാണ് ഇവർക്ക് സമരം ചെയ്യാൻ പറ്റി. അതെ, തീർച്ചയായും. അപ്പോൾ ഈ വീടിന്റെ ഐശ്വര്യം എന്ന് AK സെന്ററിന് മുന്നിൽ ഇങ്ങനെ ഫോട്ടോ ഒക്കെ ഉണ്ടാണ് യഥാർത്ഥത്തിൽ. അതെ, 6 ഏക്കറേക്കാൾ കൂടുതൽ ആരിഫ് മുഹമ്മദ് ഖാനോടാണ് കൂടുതലായിട്ട് അതിൽ കടപ്പെടേണ്ടത്. സനീഷ് പറഞ്ഞതുപോലെ ഇത് പലവിധ പാഠഭാഗങ്ങൾ ആദ്യം തന്നെ ഈ അധികാരത്തിൽ എത്തിയതിനു ശേഷം മാറ്റിയിട്ടുള്ളത് BJP സർക്കാരാണ്. കേന്ദ്ര സർക്കാരും BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലും. ഇപ്പോൾ ഈ കർണാടകം പറഞ്ഞതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നേരത്തെ ഈ തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി പാർട്ട് 3 നിന്നാണ് മുഗൾ ഭരണ കാലഘട്ടത്തെ പറ്റിയുള്ള പൂർണ്ണമായ കാര്യങ്ങളെ പറ്റി ഒഴിവാക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, മഹാത്മാഗാന്ധിയുടെ കൊലപാതകം 11ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ബുക്കിൽ നിന്ന് ഒഴിവാക്കിയ ആളുകളാണ് ഇവർ. മഹാത്മാഗാന്ധി അതിനുശേഷമാണ് ചോദിച്ചത് മഹാത്മാഗാന്ധി എങ്ങനെ ഓട്ടോറിക്ഷ ഇടിച്ചാണ് മരിച്ചത്. മഹാത്മാഗാന്ധിയെ ഒരു ഭീകരനായിട്ടുള്ള ഹിന്ദുത്വ ഭീകരനായിട്ടുള്ള നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ചു കൊന്നതാണ് എന്നുള്ളത് മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് മഹാത്മാഗാന്ധി മരിക്കുന്നതിൻ്റെ പൂർണ്ണമായ കാര്യങ്ങൾ പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളവരാണ്. പക്ഷേ ഇവിടുത്തെ സർക്കാർ എന്തായാലും ചെയ്തിട്ടുള്ളത്, ഇനിയിപ്പോൾ ഇത് കോടതിയിൽ പോയി കഴിഞ്ഞാലും കോടതിയിൽ സർക്കാരിന് പറയാനാവും അത് ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്, ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്, അതിലെന്താണ് പ്രശ്നം എന്ന ന്യായമായ ചോദ്യം ചോദിക്കാനുള്ള അവസരം അവിടെ ഒരുങ്ങി നിൽക്കുകയാണ്.